ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 29 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ PSC എക്സാമുകളിലും വളരെ ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടുള്ള SCRT പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കുവാൻ ഉടൻ തന്നെ ടാലന്റിന്റെ SCRT അറിവിടം ബുക്കുകൾ സ്വന്തമാക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ടാലന്റിന്റെ ഈ ഒരു അറിവിടം ബുക്കുകൾ സയൻസും അതേപോലെ സോഷ്യൽ സയൻസുമായിട്ട് 2 പാർട്ടുകൾ വീതമാണ് വരുന്നത്. ബുക്കുകൾ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഉടൻ തന്നെ വരുന്ന ബെപ്കോ LDC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് നേരിട്ട് എത്തി പഠിക്കുവാനും അതേപോലെ വീട്ടിലിരുന്ന് പഠിക്കുവാനും സൗകര്യമുണ്ട്. മോഡൽ എക്സാമുകൾ, മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ റാങ്ക് ഫയൽ എക്സാമുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്ലാസുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. വയനാടിന്റെ ഔദ്യോഗിക സ്പീഷീസുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനകം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഔദ്യോഗിക സ്പീഷീസുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതേപോലെ നമുക്ക് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. വയനാടിന്റെ ഔദ്യോഗിക സ്പീഷീസുകൾ നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് വയനാടിന്റെ ഔദ്യോഗിക പക്ഷി ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ബാണാസുര ചിലപ്പൻ. എന്താണ്? ബാണാസുര ചിലപ്പനാണ് എന്താണ് വയനാടിന്റെ ഔദ്യോഗിക പക്ഷിയായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഔദ്യോഗിക മൃഗമാണ്. മൃഗം ഏതാണ്? തേങ്കോലൻ. എന്താണ്? തേങ്കോലനാണ് മൃഗമായിട്ട് വരുന്നത്. ഔദ്യോഗിക മൃഗം ഏതാണ്? തേങ്കോലനാണ്. ഇനി നോക്കുന്നത് വൃക്ഷമാണ്. അപ്പോൾ വൃക്ഷം ഏതാണ്? കാട്ടുചാമ്പയാണ്. എന്താണ്? കാട്ടുചാമ്പയാണ്. അപ്പോൾ ചാമ്പക്ക, ചാമ്പമരം, അതേപോലെ കാട്ടുചാമ്പയാണ് എന്താണ് വയനാടിന്റെ ഔദ്യോഗിക വൃക്ഷമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മത്സ്യം നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ നോക്കുന്നത് മത്സ്യമാണ്. മത്സ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക, പൂക്കോടൻ പരൽ. എന്താണ്? പൂക്കോടൻ പരലാണ് എന്താണ് മത്സ്യമായിട്ട് വരുന്നത്. ഔദ്യോഗിക മത്സ്യം ഏതാണ്? പൂക്കോടൻ പരൽ എന്നുള്ള മത്സ്യമാണ് ഔദ്യോഗിക മത്സ്യം. ഇനി ചിത്രശലഭം ഏതാണ്? കരിനീല കടുവ. കരിനീല കടുവ എന്നുള്ള നല്ല ഭംഗിയുള്ള കരിനീല കടുവ എന്നുള്ള ചിത്രശലഭമാണ് എന്താണ് വയനാടിന്റെ ഔദ്യോഗിക ചിത്രശലഭമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് പുഷ്പമാണ്. എന്താണ്? പുഷ്പമാണ് നോക്കുന്നത്. കായാമ്പു ആണ് അല്ലെ? കായാമ്പു ആണ്. അപ്പോൾ നല്ല കുഞ്ഞു പൂക്കളുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് കായാമ്പു. അപ്പോൾ ആ ഒരു പുഷ്പമാണ് എന്താണ് ഔദ്യോഗിക പുഷ്പമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പാമ്പ് നമുക്ക് നോക്കാം. ഔദ്യോഗിക പാമ്പ് ഏതാണ്? ചെങ്കറുപ്പൻ എന്നുള്ള പാമ്പാണ് എന്താണ് ഔദ്യോഗിക പാമ്പായിട്ട് മാറിയിരിക്കുന്നത്. അടുത്ത നോക്കുന്നത് തുമ്പിയാണ്. വയനാടൻ തീക്കറുപ്പൻ. എന്താണ്? വയനാടൻ തീക്കറുപ്പൻ എന്നുള്ള തുമ്പിയാണ് എന്താണ് തുമ്പിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പാമ്പ് നമ്മൾ പറഞ്ഞു അല്ലേ, പാമ്പിന് ഇമ്പായുണ്ട്, തുമ്പിക്ക് ഇമ്പായുണ്ട്. അതേപോലെ ഇവിടെ ചെങ്കറുപ്പൻ, അതേപോലെ തന്നെ ഇവിടെയും എന്താണ് ഒരു വയനാടൻ തീക്കറുപ്പൻ. അങ്ങനെ പാമ്പ് തുമ്പി രണ്ടും കണക്ട് ചെയ്ത് ചെങ്കറുപ്പൻ, വയനാടൻ തീക്കറുപ്പൻ എന്ന് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനി വയനാടൻ തീക്കറുപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ഓർത്തു വെക്കുക. വയനാടൻ തീക്കറുപ്പൻ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഔദ്യോഗിക തുമ്പിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. പൈതൃക മരം ഏതാണ്? പന്തപ്പൈൻ. എന്താണ്? പന്തപ്പൈൻ എന്നുള്ളതാണ് എന്താണ് പൈതൃക മരം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? പന്തപ്പൈൻ എന്നുള്ള വൃക്ഷമാണ് എന്താണ് പൈതൃക മരമാവുന്നത്. ഇനി തവളയാണ് നമ്മൾ നോക്കുന്നത്. മഞ്ഞക്കരയൻ മരത്തവള എന്നുള്ള തവളയാണ് എന്താണ് തവളയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ജില്ലയുടെയാണ് നോക്കിയത്? വയനാടിന്റെ ഔദ്യോഗിക സ്പീഷീസുകളാണ് നോക്കിയത്. പക്ഷി, മൃഗം, വൃക്ഷം, മത്സ്യം, ചിത്രശലഭം, അതേപോലെ പുഷ്പം, തുമ്പി, പാമ്പ്, പൈതൃക മരം, അതേപോലെ തവള എല്ലാം നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും പോയിന്റുകൾ എന്തായാലും പഠിച്ചു വെക്കുക. ഇനി വരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിനൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ച രാജ്യത്തെ ആദ്യ സഹകരണ സംഘം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, NS ആശുപത്രിയാണ്. ഏതാണ്? NS ആശുപത്രി. കൊല്ലത്തെ NS ആശുപത്രിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുരസ്കാരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ്? കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡാണ്. അപ്പോൾ ഈ ഒരു അവാർഡിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സഹകരണ മേഖലയ്ക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ്. അതുകൊണ്ട് സഹകരണ മേഖലയിലെ ഓസ്കാർ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഒരു അവാർഡാണ് കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യത്തെ സഹകരണ സംഘമാണ് എന്താണ് ഈ ഒരു NS ആശുപത്രി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ആശുപത്രിയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. സഹകരണ സംഘം എന്താണ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ആശുപത്രിയാണ് NS ആശുപത്രി. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ആശുപത്രിക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അത് ലഭിക്കാനുള്ള കാരണം എന്താണ്? ഈ ഒരു സഹകരണ മേഖലയിലുള്ള പുരസ്കാരം ഈ ഒരു ആശുപത്രിക്ക് ലഭിക്കാനുള്ള കാരണം എന്താണ്? അതൊരു സഹകരണ സ്ഥാപനം നടത്തുന്ന ആശുപത്രി ആയതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ചിരിക്കുന്ന
നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സഹകരണ സംഘമാണ് NS ആശുപത്രി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു അവാർഡ് അറിയപ്പെടുന്നത് എന്താണ്? സഹകരണ മേഖലയിൽ തന്നെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരമാണിത്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2025 സ്ഥാപിതമായതിന്റെ 75ാം വാർഷികം ആഘോഷിച്ച മെഡിക്കൽ കോളേജ് ഏതെന്നാണ്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ്. എന്താണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് എന്താണ് 2025 സ്ഥാപിതമായതിന്റെ 75ാം വാർഷിക ആഘോഷങ്ങൾക്ക് എന്താണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാണ് സ്ഥാപിതമായതെന്ന് ഓർത്തു വെക്കുക. 1951 1951 നവംബർ 27 എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത്. അപ്പോൾ 2025 75ാം വാർഷികം എന്താണ് ആഘോഷിച്ചു തുടങ്ങുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം. അത് 1835 എന്താണ് 1835 ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാവുന്നത്. അത് എവിടെയാണ് സ്ഥാപിതമായത്? കൊൽക്കത്തയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത മെഡിക്കൽ കോളേജ് ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ കോളേജ്. അത് എപ്പോഴാണ് സ്ഥാപിതമായത്? 1835 സ്ഥാപിതമായത്. ഇനി സ്ഥാപിച്ചത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. വില്യം ബെന്റിക് പ്രഭു ആണ് ഈ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി സ്ഥാപിച്ചത്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി സ്ഥാപിച്ചത് ആരാണ്? അത് വില്യം ബെന്റിക് പ്രഭു ആണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു 1951 നവംബറിൽ ആരംഭിച്ച നമ്മുടെ അല്ലെങ്കിൽ സ്ഥാപിതമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ 75ാം വാർഷിക ആഘോഷങ്ങൾ തുടക്കം കുറിച്ചത് ഏത് വർഷമാണ്? 2025 ഓക്കെ. അപ്പോൾ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അതായത് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഒരു പ്രസ്താവനയാണ് നമ്മൾ നോക്കുന്നത്. എന്താണെന്ന് നോക്കാം. അടിയന്തര പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് മുൻകൂർ പണം നൽകാത്തതിൻ്റെയോ അതേപോലെ അവരുടെ രേഖകളുടെ അഭാവത്തിന്റെ പേരിലോ ഒരു ക്ലിനിക്കൽ സ്ഥാപനവും പ്രാഥമിക ജീവൻ രക്ഷാ സഹായം നിഷേധിക്കരുത് എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം പുറപ്പെടുവിച്ചത് ഏത് ഹൈക്കോടതിയാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. കേരള ഹൈക്കോടതിയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? അടിയന്തര പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് ഒരു കാരണവശാലും അതായത് പണം നൽകിയില്ലെന്നുള്ള പേരിലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ രേഖകൾ രേഖപ്പെടുത്തിയില്ല അല്ലെങ്കിൽ കാണിച്ചില്ല എന്നുള്ള പേരിലോ പ്രഥമ ഈ ഒരു പ്രാഥമിക ജീവൻ രക്ഷാ സഹായം നിഷേധിക്കാൻ പാടില്ല എന്നാണ് കേരള ഹൈക്കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രസ്താവിച്ചിരിക്കുന്നത് 2018 ഓർത്തു വെക്കുക. 2018 കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഈ ഒരു ആക്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സാധുതയും അനുബന്ധ നിയമങ്ങളും എല്ലാം കറക്റ്റായിട്ട് നടപ്പിലാക്കണം എന്നുള്ള രീതിയിലാണ് കേരള ഹൈക്കോടതി ഈ ഒരു പ്രസ്താവന മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പ്രസ്താവനയിലൂടെ തന്നെ ആശുപത്രി കേന്ദ്രങ്ങളിൽ അവിടെ നൽകുന്ന സേവനങ്ങളും ആ ഒരു സേവനങ്ങളുടെ നിരക്കുകൾ എത്രയാണോ ആ നിരക്കുകളും എല്ലാം കറക്റ്റായിട്ട് കാണിക്കണം എന്നും ഈ ഒരു പ്രസ്താവനയിലൂടെ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, ഇത്തരത്തിലൊരു പ്രസ്താവന മുന്നോട്ട് വെച്ച കോടതി ഏതാണ്? ഏത് ഹൈക്കോടതിയാണ്? കേരള ഹൈക്കോടതിയാണ്. ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ്. ചുഴലിക്കാറ്റിന്റെ പേര് എന്താണ്? സെൻയാർ എന്നുള്ള ചുഴലിക്കാറ്റാണ്. എവിടെയാണ് വീശിയത് എന്നുള്ള കാര്യം നോക്കുക. മലാക്ക കടലിടുക്കിന് മുകളിലായിട്ട് അടുത്തിടെ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണ്. അപ്പോൾ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? സെൻയാർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു പേര് നൽകിയ രാജ്യം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. US ആണ്. US ആണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു വേർഡ് അതായത് സെൻയാർ എന്നുള്ള പേര് US നൽകിയ പേരിന്റെ അർത്ഥം എന്താണ്? സിംഹം എന്നാണ്. എന്താണ് അർത്ഥം? സിംഹം എന്നാണ് ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു പേരിന് അർത്ഥം വരുന്നത്. സെൻയാർ എന്നുള്ള ചുഴലിക്കാറ്റ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു? മലാക്ക കടലിടുക്കിലാണ്. അവിടെയാണ് കടലിടുക്കിന് മുകളിലായിട്ടാണ് വീശിയതെന്ന് നമ്മൾ പറഞ്ഞു. മറ്റൊരു ചുഴലിക്കാറ്റും കൂടി വരികയുണ്ടായി. അതായത് സെൻയാർ വലിയ കെടുതികളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ പുറകെ വേറൊരു ചുഴലിക്കാറ്റും വരികയുണ്ടായി. ആ ഒരു ചുഴലിക്കാറ്റിന്റെ പേര് കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ പേര് ഡിറ്റുവ എന്നാണ്. ഡിറ്റുവ എന്നുള്ള ചുഴലിക്കാറ്റാണ്. അപ്പോൾ ഈ ഒരു ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ്? ശ്രീലങ്കൻ തീരത്തിന് സമീപമായിട്ടാണ്. ശ്രീലങ്കൻ തീരത്തിന് സമീപമായിട്ടാണ് ഡിറ്റുവ എന്നുള്ള ഈ ഒരു ചുഴലിക്കാറ്റ് വീശിയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിച്ചത് രണ്ട് ചുഴലിക്കാറ്റാണ്. സെൻയാർ എന്നുള്ള ചുഴലിക്കാറ്റും ഡിറ്റുവ എന്നുള്ള ചുഴലിക്കാറ്റും. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ലീപ് എഞ്ചിനുകൾക്കായുള്ള സാഫ്രന്റെ MRO ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഹൈദരാബാദിലാണ്. എവിടെയാണ്? ഹൈദരാബാദിലാണ് ഇത് സ്ഥാപിതമായിരിക്കുന്നത്. ഏത് കമ്പനിയുടെ ആണെന്ന് ഓർത്ത് വെക്കുക. സാഫ്രൻ എന്നുള്ള ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ MRO ആണ് സ്ഥാപിതമായിരിക്കുന്നത്. MRO ആണ് സ്ഥാപിതമായിരിക്കുന്നത്. ഹൈദരാബാദിലാണ് സ്ഥാപിതമായത്. ഇനി MROയുടെ പൂർണ്ണ രൂപവും കൂടി ഓർത്ത് വെക്കുക. എന്താണ് MRO എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ എന്നുള്ളതാണ്.
മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ എന്നുള്ളതാണ് MROയുടെ ഫുൾ ഫോം വരുന്നത്. എവിടെയാണ് സ്ഥാപിതമായത് നമ്മൾ പറഞ്ഞു, ഹൈദരാബാദിലാണ് സ്ഥാപിതമായത്. ഇത് എന്താണ്, ലീപ് എഞ്ചിനുകൾക്കായിട്ടുള്ള ഒരു സ്ഥാപനമാണ്, ഒരു കമ്പനിയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എങ്കിൽ ലീപ്പിൻ്റെ പൂർണ്ണ രൂപവും കൂടി ഒന്ന് നമുക്ക് പഠിച്ചു വെക്കാം. എന്താണ്, ലീഡിംഗ് എഡ്ജ് ഏവിയേഷൻ പ്രൊപ്പൽഷൻ എന്നുള്ളതാണ്. ഓർത്ത് വെക്കുക, ലീഡിംഗ് എഡ്ജ് ഏവിയേഷൻ പ്രൊപ്പൽഷൻ എന്നുള്ളതാണ് എന്താണ് ലീപ്പിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാപനം സ്ഥാപിതമായിരിക്കുന്നത് എവിടെയാണ്, ഹൈദരാബാദിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ്, അടുത്തിടെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ബഹുനില കെട്ടിട തീപിടുത്തം ഉണ്ടായത് എവിടെയെന്നാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ഹോങ്കോങ്ങിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ കുറേ അധികം പേരുടെ മരണത്തിനും അതേപോലെ കുറേ അധികം പേർക്ക് അപകടം പരിക്കേൽക്കുകയും കുറേ അധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് അവിടെ നടന്നത്. എവിടെയാണ്, ഹോങ്കോങ്ങിലാണ്. ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിലാണ്. എവിടെയാണ്, തായ്പോ ജില്ലയിലാണ് ഈ ഒരു അപകടം നടന്നത്. അവിടെയുള്ള വാങ്, ഓർത്ത് വെക്കുക, വാങ് ഫഗ് കോർട്ട് എന്നുള്ള കെട്ടിട സമുച്ചയത്തിൽ, ആ ഒരു ബിൽഡിംഗ് കോംപ്ലക്സിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എവിടെയാണ് ഈ ഒരു തീപിടുത്തം നടന്നത്, ഹോങ്കോങ്ങിലാണ് ഈ ഒരു ബഹുനില കെട്ടിട തീപിടുത്തം ഉണ്ടായത്. അടുത്തതൊരു റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത്. റിപ്പോർട്ടിന്റെ പേര് ഇതാണ്, വേൾഡ് അർബനൈസേഷൻ പ്രോസ്പെക്ടസ് 2025 എന്നുള്ള റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏതാണെന്ന് ഓർത്ത് വെക്കാം, ജക്കാർത്തയാണ്. എവിടെയാണ്, ജക്കാർത്തയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരമായിട്ട് മാറിയിരിക്കുന്നത്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരമാണ് നോക്കിയത് എങ്കിൽ ഇതിൽ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നഗരം ഏതാണെന്ന് ഓർത്ത് വെക്കുക, ധാക്കയാണ്. ഏതാണ്, ധാക്കയാണ് എന്താണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന നഗരം. ഏത് രാജ്യത്താണ്, ബംഗ്ലാദേശിലെ ഓർത്ത് വെക്കുക, ബംഗ്ലാദേശിലെ ധാക്കയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ഇനി മൂന്നാം സ്ഥാനത്തുള്ളത് ടോക്കിയോയാണ്. എന്താണ് മൂന്നാം സ്ഥാനത്തുള്ളത്, ജപ്പാനിലെ ടോക്കിയോയാണ് എന്താണ് മൂന്നാം സ്ഥാനത്തുള്ളത്. നാലാം സ്ഥാനത്തുള്ളത് ഇന്ത്യയിലെ ഒരു നഗരമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂഡൽഹിയാണ് എന്താണ് നാലാം സ്ഥാനത്തുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, വേൾഡ് അർബനൈസേഷൻ പ്രോസ്പെക്ടസ് 2025 എന്നുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പ്രകാരമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ത്യയിലെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ന്യൂഡൽഹി എന്താണ് നാലാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ജനസംഖ്യ എത്രയാണ് അവിടെ പറയുന്നത്, ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 3.2 കോടി ജനങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് ആരാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. UN ആണ്. എന്താണ്, UN ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ 2025 വേൾഡ് അർബനൈസേഷൻ പ്രോസ്പെക്ടസ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ്, UN ആണ്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ 2025 വനിതാ പ്രീമിയർ ലീഗ് താരലേലമാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു താരലേലത്തിലെ ഏറ്റവും വിലയേറിയ താരമായതാരെന്ന് നമുക്ക് നോക്കാം, ദീപ്തി ശർമ്മയാണ്. ആരാണ്, ദീപ്തി ശർമ്മയാണ് എന്താണ് ഈ 2025 വനിതാ പ്രീമിയർ ലീഗ് താരലേലത്തിൽ എന്താണ് ഏറ്റവും വിലയേറിയ താരമായിരിക്കുന്നത്. 3.20 കോടി രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും തുകക്കാണ് എന്താണ് താരം, അതായത് ദീപ്തി ശർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ വിലയേറിയ താരം ആരാണെന്ന് ഓർത്തു വെക്കുക, അമേലിയ കെർ ആണ്. ആരാണ്, അമേലിയ കെർ ആണ്. 3 കോടി രൂപയ്ക്കാണ് താരത്തെ തിരഞ്ഞെടുത്തത്. എന്താണ് രണ്ടാമത്തെ വിലയേറിയ താരം ആരാണ്, അമേലിയ കെർ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ താരമാരാണ്, അത് ശിഖ പാണ്ഡെയാണ്. വിലയേറിയ മൂന്നാമത്തെ താരമാരാണ്, ശിഖ പാണ്ഡെയാണ്. എത്ര രൂപയ്ക്കാണ്, 2.40 കോടി രൂപയ്ക്കാണ് എന്താണ് ശിഖ പാണ്ഡെയെ ടീം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മലയാളി താരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ വനിതാ പ്രീമിയർ ലീഗിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന ആദ്യ മലയാളി താരമായിരിക്കുകയാണ് ആരാണ്, ആശാ ശോഭന എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. എന്താണ് വനിതാ പ്രീമിയർ ലീഗിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു താരത്തിന് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ്, ഒരു മലയാളി താരത്തിന് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആരാണ്, ആശാ ശോഭനയാണ്. മാത്രമല്ല ടീമിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള മിന്നു മണിയും അതേപോലെ സജന സജീവനും ഈ ഒരു ലേലത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ താരങ്ങളാണ്, മിന്നു മണിയും അതേപോലെ സജന സജീവനുമാണ്. അതേപോലെ മലയാളി താരങ്ങളായിട്ടുള്ള VJ ജോഷിത അതേപോലെ നജ്ല നൌഷാദ് തുടങ്ങിയവർ ലേലത്തിൽ പങ്കെടുത്തിരുന്നു, എന്നാൽ അവരെ തിരഞ്ഞെടുക്കപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരങ്ങൾ ആരൊക്കെയാണ്, ആശാ ശോഭന, മിന്നു മണി, സജന സജീവൻ തുടങ്ങിയവരാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു 2025 വനിതാ പ്രീമിയർ താരലേലവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടതാണ്. ഇനി ഈ ഒരു താരലേലത്തിൽ ആരാണ് ആങ്കർ ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. മല്ലിക സാഗർ ആണ് ഈ ഒരു താരലേലത്തിൽ ആങ്കർ ചെയ്തിരുന്നത്. എവിടെ വെച്ചാണ് താരലേലം നടന്നത്, മുംബൈയിൽ വെച്ചാണ് താരലേലം നടന്നത്. ഇനി വരുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LGS റാങ്ക്
റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഒരു ഒറ്റ വോളിയത്തിലായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ SCERT NCERT പാഠഭാഗങ്ങളും ഈ ഒരു റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാങ്ക് ഫയൽ സ്വന്തമാക്കുന്നതിനായിട്ട് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ LDC ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഈ ഒരു ബുക്കിൽ എന്താണ് ന്യൂ SRT പാഠഭാഗങ്ങളും അതേപോലെ SCERT പാഠഭാഗങ്ങളും NCERT പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. 1600 രൂപയുള്ള ഈ ഒരു റാങ്ക് ഫയൽ 1500 രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് വയനാടിന്റെ ഔദ്യോഗിക സ്പീഷീസുകൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ആദ്യം നോക്കിയത് എന്തായിരുന്നു? പക്ഷിയായിരുന്നു. ബാണാസുര ചിലപ്പനാണ് എന്താണ് ഔദ്യോഗിക പക്ഷി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ഔദ്യോഗിക മൃഗം ഏതാണ്? തേങ്കോലൻ. എന്താണ്? തേങ്കോലൻ എന്നുള്ളതാണ് ഔദ്യോഗിക മൃഗം. വൃക്ഷം ഏതാണ്? കാട്ടുചാമ്പയാണ് വൃക്ഷമായിട്ട് വരുന്നത്. ഔദ്യോഗിക വൃക്ഷമാണ് കേട്ടോ. പൈതൃക വൃക്ഷം വേറെയുണ്ട്, ഓർത്തു വെക്കുക. ഇനി മത്സ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക. പൂക്കോടൻ പരലാണ്. ഏതാണ്? പൂക്കോടൻ പരലാണ് എന്താണ് മത്സ്യമായിട്ട് വരുന്നത്. ഇനി ചിത്രശലഭം ഏതാണ്? കരിനീലക്കടുവ എന്നുള്ളതാണ് ചിത്രശലഭം. എന്താണ്? കരിനീലക്കടുവയാണ് ചിത്രശലഭം. അത് കഴിഞ്ഞ് പുഷ്പം നമ്മൾ നോക്കി. എന്താ? കായാമ്പുവാണ് പുഷ്പമാവുന്നത്. ഔദ്യോഗിക പാമ്പ് ഏതാണ്? ചെങ്കറുപ്പൻ എന്നുള്ളതാണ് ഔദ്യോഗിക പാമ്പ്. ഇനി തുമ്പി ഏതാണെന്ന് ഓർത്തു വെക്കുക. വയനാടൻ തീക്കറുപ്പനാണ്. വളരെ ഈസിയാണ് പഠിച്ചു വെക്കാനായിട്ട്. തുമ്പി ഏതാണ്? വയനാടൻ തീക്കറുപ്പനാണ് തുമ്പിയായിട്ട് വരുന്നത്. പൈതൃക മരം ഏതാണ്? പന്തപ്പൈൻ. എന്താണ്? പന്തപ്പൈൻ ആണ് എന്താണ് പൈതൃക മരം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി പൈതൃക വൃക്ഷം ഏതാണ്? അത് കാട്ടുചാമ്പയാണ്. ഇത് പൈതൃക മരമാണ്. രണ്ടും വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. തവള ഏതാണ്? മഞ്ഞക്കരയൻ മരത്തവള എന്നുള്ളതാണ്. മഞ്ഞക്കരയൻ മരത്തവളയാണ് എന്താണ് ഔദ്യോഗിക തവളയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റ് ഓർത്തു വെക്കുക. ശേഷം നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു. കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ച രാജ്യത്തെ ആദ്യത്തെ സഹകരണ സംഘം ഏതെന്നാണ്. അപ്പോൾ NS ആശുപത്രിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സഹകരണ സംഘം നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇനി ഈ ഒരു പുരസ്കാരം എന്താണ്? സഹകരണ മേഖലയിലെ ഓസ്കാർ അറിയപ്പെടുന്ന ഒരു പുരസ്കാരമാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2025 സ്ഥാപിതമായതിന്റെ 75ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച മെഡിക്കൽ കോളേജ് ഏതെന്നാണ്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കാണ് ഈ ഒരു ആഘോഷങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചിരിക്കുന്നത്. 1951 ഈ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിതമായത് എന്നുള്ള കാര്യവും നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നോക്കിയത് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഒരു പ്രസ്താവനയായിരുന്നു. അടിയന്തര പരിചരണം ആവശ്യമുള്ള രോഗികളുടെ മുൻകൂർ പണം നൽകാത്തതിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ രേഖകളുടെ അഭാവത്തിൻ്റെയോ പേരിൽ ഒരു ക്ലിനിക്കൽ സ്ഥാപനവും പ്രാഥമിക ജീവൻ രക്ഷാ സഹായം നിഷേധിക്കരുത് എന്നുള്ള പ്രസ്താവനയാണ് പുറത്തു വന്നത്. മാത്രമല്ല എല്ലാ ആശുപത്രി കേന്ദ്രങ്ങളിലും അവിടെ ലഭ്യമാവുന്ന സേവനങ്ങളും അവയുടെ നിരക്കുകളും പ്രദർശിപ്പിക്കണം എന്നുള്ള പ്രസ്താവനയും പുറത്തു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു ചുഴലിക്കാറ്റായിരുന്നു. സെൻയാർ എന്നാണ് ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്നത്. US ആണ് പേര് നൽകിയത്. എവിടെയാണ് വീശിയത്? മലാക്ക കടലിടുക്കിന് മുകളിലായിട്ടാണ് വീശിയത്. അതേപോലെ ഡിറ്റ്വ എന്നുള്ള ചുഴലിക്കാറ്റ് നമ്മൾ പഠിച്ചു. എന്താണ്? ശ്രീലങ്കൻ തീരത്ത് രൂപം കൊണ്ട ഒരു ചുഴലിക്കാറ്റാണ് ഡിറ്റ്വ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ലീപ് എഞ്ചിനുകൾക്കായി സാഫ്രന്റെ MRO ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെയെന്നാണ്. അത് ഹൈദരാബാദിലാണ്. എവിടെയാണ്? ഹൈദരാബാദിലാണ് സ്ഥാപിതമായത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ബഹുനില കെട്ടിടം തീപിടുത്തം ഉണ്ടായത് എവിടെയാണ്? ഹോങ്കോങ്ങിലാണ്. ഹോങ്കോങ്ങിലെ തായ്പോയിലാണ് ഈ ഒരു തീപിടുത്തം നടന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടായിരുന്നു നോക്കിയത്. വേൾഡ് അർബനൈസേഷൻ പ്രോസ്പെക്ടസ് റിപ്പോർട്ട് 2025 ആണ് നോക്കിയത്. റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏതാണ്? ജക്കാർത്തയാണ്. 2ാം സ്ഥാനത്തുള്ളത് ഏത് നഗരമാണ്? ധാക്കയാണ്. 3ാം സ്ഥാനത്ത് ടോക്കിയോയാണ്. 4ാം സ്ഥാനത്ത് ഇന്ത്യയിലെ ന്യൂഡൽഹി ആണുള്ളത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് UN ആണ്. ശേഷം നമ്മൾ നോക്കിയത് 2025 വനിതാ പ്രീമിയർ താരലേലമായിരുന്നു. ഇതിൽ വിലയേറിയ താരമായതാരാണ്? ദീപ്തി ശർമ്മയാണ്. മാത്രമല്ല മലയാളി താരമായിട്ടുള്ള ആശാ ശോഭനയ്ക്ക് 1 കോടി രൂപയ്ക്ക് മുകളിൽ ലഭിക്കുകയുണ്ടായി. ആദ്യമായിട്ടാണ് വനിതാ താരലേലത്തിൽ ഒരു മലയാളി താരത്തിന് 1 കോടി രൂപയ്ക്ക് മേളിൽ ഈ ഒരു തുക ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ നടന്നത് എവിടെയാണ്? മുംബൈയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇതിന്റെ ആങ്കർ ആയിരുന്നത് ആ ഒരു പരിപാടിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷന്റെ ആങ്കർ ആയിരുന്നത് ആരാണ്? അത് മല്ലിക സാഗർ ആണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടികളുടെ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. ഓപ്ഷൻ A പുനലൂർ, ഓപ്ഷൻ B കൊച്ചി, ഓപ്ഷൻ C യാക്കര, ഓപ്ഷൻ D അമ്പലപ്പുഴ. അടുത്ത ചോദ്യം ഇതാണ്. അടുത്തിടെ ബഹുഭാര്യത്വം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്നാണ്. ഉത്തരാഖണ്ഡ്, അസം, സിക്കിം, മണിപ്പൂർ. അപ്പോൾ ശരി ഉത്തരങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2025 നവംബറിൽ പൗരത്വ
നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കാനഡയാണ് ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിച്ച രാജ്യം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. എന്താണ്? COP31ന്റെ വേദി എവിടെയെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തുർക്കിയാണ് എന്താണ് COP31ന്റെ വേദിയായിട്ട് വരുന്നത്. അപ്പോൾ 2025 നടന്ന COP30യുടെ വേദി എവിടെയായിരുന്നു? അത് ബ്രസീലായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.